അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചത് രൂത്തിൻ്റെ തീരുമാനത്തിൽ. അപ്പോൾ ഒരു തീരുമാനത്തിൻ്റെ അധ്യായമാണ് ഒന്നാമത്തെ അധ്യായം. വീണ്ടും ഈ ഒന്നാം അധ്യായത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. തീരുമാനത്തിൻ്റെ ഒരധ്യായം മാത്രമല്ല, നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരധ്യായവും കൂടെയാണ്. ഇറ്റ്സ് എ ചാപ്റ്റർ ഓഫ് ഡിറ്റർമിനേഷൻ. ഡിറ്റർമിനേഷൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ചുമ്മാ ബഹളം വെച്ചിട്ട് കാര്യമില്ല, നല്ലത് തന്നെ. പക്ഷേ വചനം ആഴമായി അതിൻ്റെ സത്യങ്ങൾ ഗ്രഹിച്ച് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് സ്തോത്രം നിൽക്കാൻ പറ്റത്തുള്ളൂ. വചനമാണ് നമ്മളെ സ്വതന്ത്രമാക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളത് ഗ്രഹിച്ച് മനസ്സിലാക്കി ദൂതുകൾ വരുമ്പോൾ അത് വിശ്വാസത്തോടെ ഏറ്റെടുത്ത് ജീവിതത്തിൽ ക്രമീകരണങ്ങൾ പ്രാപിച്ച് അനുഗ്രഹം പ്രാപിക്കണം. എല്ലാവരെയും അതിന് ദൈവം സഹായിക്കട്ടെ. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. തന്നോട് കൂടെ പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൾ അവളോട് സംസാരിക്കുന്നത് മതിയാക്കി. പ്രൈസ് ഗോഡ്. തന്നോടുകൂടെ പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൾ അവളോട് സംസാരിക്കുന്നത് മതിയാക്കി. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് when she saw that she was determined to go with her, she said no more to her. She was determined. Determination. സ്തോത്രം. നിശ്ചയദാർഢ്യം. അതിലേക്കെത്താൻ പല വിശ്വാസികൾക്കും കഴിയാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്നത്. തീരുമാനങ്ങൾ എടുക്കാൻ എളുപ്പമാണ്, പക്ഷെ തീരുമാനങ്ങൾ ഒരു നിശ്ചയദാർഢ്യത്തോടെ അതിനെ കണ്ടാൽ ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം, അത് ജയത്തിലേ അവസാനിക്കത്തുള്ളൂ. സ്തോത്രം. ദാനിയേലിൻ്റെ നമുക്കറിയാം, എടുക്കണ്ട. ദാനിയേൽ തന്നോട് കൂടെയുള്ള 3 പേര്, ഇവർ 4 പേരും സ്തോത്രം ആരുമില്ല, അവർക്ക് യൗവനക്കാരാണ്. പക്ഷെ 1-ാം അധ്യായത്തിൻ്റെ അകത്ത് ദാനിയേൽ എടുത്ത ഒരു തീരുമാനമുണ്ട്. രാജാവ് ഞങ്ങളെ സെലക്ട് ചെയ്താൽ ഞങ്ങൾക്ക് വാസം രാജകൊട്ടാരത്തിലാണ്, അവിടെ നിന്ന് ഞങ്ങൾക്ക് ഭക്ഷണം. പക്ഷേ രാജാവിൻ്റെ വീഞ്ഞുകൊണ്ടും രാജകീയ ഭോജനം കൊണ്ടും അശുദ്ധനാക്കത്തില്ലെന്ന് തന്നെത്താൻ ഹൃദയത്തിൽ നിശ്ചയിച്ചു. 8-ാം വാക്യമോ 1-8. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഹൃദയത്തിൽ നിശ്ചയിച്ചുറച്ചു. സ്തോത്രം. തീരുമാനം മാത്രമല്ല, ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ദൈവ പൈതൽ വെച്ച കാല് പിന്നോട്ട് വയ്ക്കത്തില്ല. ഒരു കാര്യത്തിൽ സത്യം ചെയ്താൽ അതിൽ ഉറച്ചു നിൽക്കും. സ്തോത്രം. കൊച്ചു കൊച്ചു ലാഭങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യത്തില്ല, വെച്ച കാല് പിന്നോട്ട് വയ്ക്കത്തില്ല. ഹല്ലേലൂയ. അപ്പം നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.